ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് പ്രധാനമായിട്ടും ഇപ്പോൾ ഇലക്ഷൻ വരികയാണ്. കുറേ രക്തസാക്ഷികളെ എല്ലാ പാർട്ടികളും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ റോഡിൽ വണ്ടിയിടിച്ച് മരിച്ചാൽ അത് ഞങ്ങളുടെ പാർട്ടിക്കാരനെ എതിർ പാർട്ടിക്കാരൻ കൊന്നു എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമമായിരിക്കും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ കൊന്നിട്ട് എതിർ പാർട്ടിക്കാർ കൊന്നു എന്ന് വരുത്തുന്ന രീതിയിലുള്ള ഒരു രീതി ഇതായിരിക്കും അവർ അവലംബിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പാർട്ടി പ്രവർത്തകരും എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ KSUക്കാർ, SFIക്കാർ, DYFIക്കാർ, അതുപോലെ തന്നെ BMSലെയും BJPയിലൊക്കെ സജീവ പ്രവർത്തകരെ അവരുടെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരോ ഒക്കെ ആക്രമിക്കാനുള്ള ചാൻസുകളുണ്ട്. വളരെ സൂക്ഷിച്ചു വേണം ഇരിക്കാനായിട്ട്. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവനവനേ ഉള്ളൂ നഷ്ടപ്പെടാൻ. ഈ നേതാക്കന്മാർക്കും അവരുടെ മക്കൾക്കും ഒന്നും സംഭവിക്കില്ല. അവർ സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. വളരെ സൂക്ഷിക്കണം. ഇലക്ഷൻ കഴിയുന്നത് വരെ ജാഗ്രതയോടെ പെരുമാറുക. സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ പോകാൻ നോക്കുക. എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. 4-5 പേരും ഒരുമിച്ചല്ലാതെ സജീവമായ പാർട്ടി പ്രവർത്തകരെങ്ങും പോകാതിരിക്കുക. ആയുധങ്ങൾ കൊണ്ട് നടക്കുന്നതും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഭാഗത്തു നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ.